നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടി FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടമില്ലാതെ പുറത്താവുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ ഇത്തവണ വീണിരിക്കുന്നു. 2015 ശേഷം ഇതുവരെ ബാഴ്സലോണക്ക് UCL കിരീടമില്ല. കിരീട വരൾച്ച ചെയ്ത 12ാം വർഷത്തിലേക്ക് കടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഏതായാലും 2014-15 സീസണിലാണ് ഏറ്റവും ഒടുവിൽ അവരുടെ UCL കിരീടം. നെയ്മർ കളിക്കുന്ന ഘട്ടത്തിൽ നെയ്മർ പോയ ശേഷം പിന്നീട് അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയിട്ടില്ല. 2014-15 സീസണിൻ്റെ ഫൈനൽ മത്സരം യുവൻറ്റസിനെതിരെയായിരുന്നു. അന്ന് ബെർലിനിൽ നടന്ന മത്സരം. ലൂയിസ് എൻറിക്കെയാണ് അവരുടെ കോച്ച്. അന്ന് 3-1 അവർ യുവൻറ്റസിനെ പരാജയപ്പെടുന്നത്. 4ാമത്തെ മിനിറ്റിൽ ഇവാൻ റാക്കിറ്റിച്ചും 68ാമത്തെ മിനിറ്റിൽ ലൂയിസ് സുവാരസും 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ നെയ്മർ ജൂനിയറും ഗോളടിച്ചുകൊണ്ടാണ് ആ വിജയം അവർ ആഘോഷിക്കുന്നത്. ലൂയിസ് എൻറിക്കെ പിന്നെ അവിടെ നിന്ന് പോയി ഇപ്പോൾ PSG വീണ്ടും UCL ചാമ്പ്യന്മാരാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ നിരവധി കോച്ചുകൾ പിന്നെ ബാഴ്സയ്ക്ക് വേണ്ടി വന്നെങ്കിലും ഒരാൾക്കും ആ ഒരു നേട്ടത്തിലേക്ക് പിന്നീടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിരാശജനകമായ കാര്യം. നെയ്മറുടെ പോക്കിന് ശേഷമുള്ള ബാഴ്സയുടെ UCL പ്രകടനങ്ങളും നോക്കുക. തൊട്ടടുത്ത വർഷം, അതായത് നെയ്മർ അവിടെ ഉണ്ടായിരുന്നു, അപ്പോഴും നെയ്മർ പിന്നീട് അറിയാമല്ലോ 2017-18 സീസണിലാണ് അദ്ദേഹം അവിടെ വിട്ടു പോകുന്നത്. തൊട്ടടുത്ത വർഷം കിരീട നേട്ടത്തിന് തൊട്ടു പിന്നാലെ 2015-16 ക്വാർട്ടർ ഫൈനൽസിൽ ഇതേപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തോറ്റാണ് അവർ പുറത്താവുന്നത്. 2016-17 വീണ്ടും ക്വാർട്ടർ ഫൈനലിൽ യുവൻറ്റസിനോട് തോറ്റാണ് അവർ പുറത്താകുന്നത്. 2017-18 ക്വാർട്ടർ ഫൈനലിൽ AS റോമയോട് തോറ്റാണ് അവർ പുറത്താകുന്നത്. 2018-19 സെമി ഫൈനലിൽ ആ ലിവർപൂളിനെതിരെ മെസ്സിയുടെ മാജിക്കൽ ഫ്രീ കിക്ക് ഗോളൊക്കെ നമ്മൾ ക്യാമ്പ് നൗവിൽ കണ്ടെങ്കിലും ആൻഫീൽഡിൽ പിന്നെ ലിവർപൂളിൻ്റെ തിരിച്ചുവരവാക്കേണ്ടത്. അന്ന് സെമി ഫൈനൽ ലിവർപൂളിനോട് തോറ്റു പുറത്തായി. 2019-20 ക്വാർട്ടർ ഫൈനൽസിൽ ബയൺ മ്യൂണിക്കിനോട് തോറ്റു പുറത്തായി. 2020-21 റൗണ്ട് ഓഫ് 16 PSG തോറ്റു പുറത്തായി. 2021-22 ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. അങ്ങനെ യൂറോപ്പ ലീഗിലേക്ക് അവരെത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. 2022-23 ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. ഇപ്പോൾ 2023-24 സീസണിൽ പിന്നീട് നമ്മൾ കാണുന്നത് PSG അവർ പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവുന്ന കാഴ്ചയാണ് അതിനുശേഷം കണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് 2024-25 സീസണിൽ സെമി ഫൈനലിൽ ടീം തോൽക്കുന്ന കാഴ്ച. 25-26 സംഭവിച്ചത് വീണ്ടും ക്വാർട്ടർ ഫൈനലിൽ ടീം പുറത്താവുന്നു. ചുരുക്കത്തിൽ 2015 നെയ്മറും മെസ്സിയും സുവാരസും ലൂയിസ് എൻറിക്കയുടെ കീഴിൽ നേടിക്കൊടുത്ത ആ കിരീടത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടത്തിൽ മുത്തമിടാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചിട്ടില്ല. അല്ല, അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തോറ്റ് ബാഴ്സ പുറത്താകുമ്പോൾ റയൽ മാഡ്രിഡിനൊരു ചെറിയ പ്രതീക്ഷ. അതിന് അവർ ബയൺ മ്യൂണിക്കിനെ തോൽപ്പിക്കണം. നടക്കുമോ എന്നറിയില്ല. പക്ഷേ ചില ചരിത്രങ്ങളുണ്ട്. 2014 അത്ലറ്റിക്കോ മാഡ്രിഡാണ് FC ബാഴ്സലോണയെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞാൽ 2013-14 സീസൺ. ആ സീസണിൽ റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടി. 2016 സിമയോണി, അതായത് അത്ലറ്റിക്കോ മാഡ്രിഡാണ് ബാഴ്സയെ നോക്കൗട്ട് ചെയ്യുന്നത്. ആ സീസണിലും കിരീടം ചൂടിയത് റയൽ മാഡ്രിഡ് ആയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി 2026 അതുപോലെ സിമയോണി ബാഴ്സലോണയെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. റയലിൻ്റെ ഭാഗ്യം വീണ്ടും തെളിയുകയാണോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.